ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. ഞാൻ ഇന്നലെ ഒരു കഴുത്ത് ലൂസാകാതെ തയ്ക്കാൻ എങ്ങനെ വേണമെന്ന് ഉള്ളൊരു വീഡിയോ, കട്ടിങ് വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് സ്റ്റിച്ച് ചെയ്യുന്ന നിങ്ങൾ നല്ല ശ്രദ്ധിച്ചൊന്ന് കാണണം. ഇപ്പോൾ അതിൻ്റെ കട്ടിങ് ഞാൻ സ്റ്റിച്ച് ചെയ്യുകയാണ്. ഇത് ഒരു അരമണിക്കൂറുള്ള വീഡിയോ ആണ്. എങ്ങനെ ചെറുതാക്കാൻ നോക്കിയിട്ടും പറ്റുന്നില്ല. കഴിഞ്ഞ വീഡിയോ ഒക്കെ ഞാൻ കുറച്ച് ചെറുതാക്കിക്കൊണ്ട് പലർക്കും മനസ്സിലായില്ല എന്ന് പറഞ്ഞു. മനസ്സിലായില്ലെന്ന് പറഞ്ഞ് കമൻ്റ് ഇട്ട്. അപ്പം ഞാൻ ഇന്ന് കുറച്ച് സ്ലോ ആക്കി. കാരണം ഇതൊരു പുതിയ മെത്തേഡാണ്. അപ്പോൾ അത് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് പാടെന്നല്ല, കുറച്ച് സമയം എടുക്കും. ഇങ്ങനത്തെ ഒരു കട്ടിങ്ങോ സ്റ്റിച്ചിങ്ങോ ഒരു പക്ഷേ ആരും കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഇത് എൻ്റേതായ ഒരു മെത്തേഡാണ്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് സമയം എടുക്കും. പിന്നെ അത്യാവശ്യം ഒരു തയ്യൽ സ്കില്ലൊക്കെ ഉള്ളവർക്ക് ഇത് കാണുമ്പോൾ പെട്ടെന്ന് ക്യാച്ച് ആവും. ചിലർക്ക് മാത്രം. ചിലർക്ക് ഇത് എന്താണെന്ന് അങ്ങോട്ട് ഇതെന്തോന്ന് അളവ് ഇങ്ങനെ കളന്നാൽ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനുണ്ട്. അത് അവരെ ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു അളവെടുത്ത് ബ്ലൗസ് തുന്നുന്നത് ആർക്കും അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലാവൂല. അത് ഒരു സത്യമാണ്. ഇപ്പം ആരെയും പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നിങ്ങളിത് 1-2 വട്ടം ഇത് കാണുമോ, ഈ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഒന്ന് കാണുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ബ്ലൗസ് ഒരു 150 അളവൊന്നും എഴുതാതെ തന്നെ വളരെ കുറച്ച് അളവുകളിൽ നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ലൈനിങ് ബ്ലൗസ് ആയതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ ഇത് ലോങ് ആയിപ്പോയത്. ഈ ലൈനിങ് ഒക്കെ വെച്ച് അടിക്കുന്നതൊക്കെ കൂടെ ഒന്ന് കാണിച്ചത് കൊണ്ടാണ് കുറച്ച് ലോങ് ആയിപ്പോയത്. പക്ഷെ നിങ്ങളിത് ഒരു അരമണിക്കൂർ കണ്ടാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടം വരില്ല. ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണമേ ഉണ്ടാവുള്ളൂ. ഇത്രയും കാലം ബ്ലൗസ് തയ്ച്ചിട്ട് കഴുത്ത് ലൂസ്, അല്ലെങ്കിൽ ഫ്രണ്ട് കപ്പ് ശരിയാവുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ള കംപ്ലൈൻറ്റുകൾ എല്ലാവർക്കും ഉണ്ട്. ഒരുപാട് പേർക്കുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഒരുപാട് പേർക്കുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഈ കട്ടിങ് ഡോട്ട് എടുക്കുന്നതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഞാൻ ഡോട്ട് എടുക്കുന്നത് ഇതേ മെത്തേഡിലാണ്. കണ്ടോ, ഇങ്ങനെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നേർ പകുതി പിടിക്കുക, താഴെ അറ്റം വരെ അതുപോലെ കൊണ്ടുവരിക. കണ്ടോ, ഇതേ മെത്തേഡിൽ തന്നെ മടക്കണം. ഇങ്ങനെയും മടക്കണം. പിന്നെ ഓരോ ബ്ലൗസിൻ്റെ ലെങ്ത് അനുസരിച്ചും വണ്ണം അനുസരിച്ചുമാണ് നമ്മൾ ഇതിൻ്റെ ഡോട്ടിൻ്റെ ഇറക്കം നമ്മൾ അടയാളപ്പെടുത്തുന്നത് കേട്ടോ. നല്ല വണ്ണം ഉള്ളവർക്കൊക്കെ ഒരു 11-11.5 ഇഞ്ചിലൊക്കെ നമ്മൾ ശരിക്കും ബ്രസ്റ്റൊക്കെ ഉള്ളവർക്ക് നമ്മൾ 11-11.5 ഇഞ്ചിലൊക്കെ നമ്മൾ ചെയ്യണം. എല്ലാവർക്കും 10-10.5 അല്ല കേട്ടോ. ഇത് 36 ഇഞ്ച് ഹിപ്പളവുള്ള ഒരു ബ്ലൗസാണ്. ഇന്നലെ കട്ട് ചെയ്തപ്പോൾ കണ്ടല്ലോ. അതിന് 11 ഇഞ്ചും പിന്നെ 1.5 ഇഞ്ച് വിട്ടാണ് ഇതിന് ഞാൻ കൊടുത്തേക്കുന്നത്. കണ്ടോ, 1.5 ഇഞ്ച് വിട്ട്. ഈ 1.5 ഇഞ്ച് വിട്ട് നിങ്ങൾ ഇത് ശരിക്കും പരിചയമില്ലാത്തവർക്ക് ഇങ്ങനെ പറ്റൂല. അപ്പോൾ അതൊക്കെ ഒന്ന് വരച്ച് അല്ലെങ്കിൽ ഒരു മൊട്ട് പിന്നൊക്കെ കുത്തി അത് ഒന്ന് ക്ലിയർ ചെയ്തിട്ടൊക്കെ വേണം നിങ്ങൾ ഡോട്ട് ഇടാനുള്ളത്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ, വിശേഷിച്ച് ഈ ലൈനിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സാരി പീസല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ ഈ ഡോട്ട് നമ്മൾ ഇടുമ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് അടി ഒന്ന് വളഞ്ഞൊക്കെ പോകും. അപ്പോൾ നമ്മളത് രണ്ടാമത് ഒന്നും കൂടെ തയ്ച്ച് ആ വളഞ്ഞതൊക്കെ മാറ്റി ഒന്ന് ക്ലിയർ ചെയ്യണം. അതിനാണ് നമ്മൾ ഈ ഡോട്ട്, താഴത്തെ ഡോട്ട് 2 സ്റ്റിച്ച് മസ്റ്റായിട്ട് ഇടണം. അത് സ്ട്രോങ് ആവാനുള്ളതാണ്. അതുകൊണ്ട് അത് 2 സ്റ്റിച്ച് ഇടണം. 2 വശത്തും ഇതുപോലെ അതേപോലെ തന്നെ ആദ്യം എടുത്തതുപോലെ തന്നെ തുല്യമായിട്ട് മടക്കുക. ഇങ്ങനെ താഴെ ഒരു കോൺ പോലെ വരും, അതങ്ങനെ വരണം. എന്നിട്ട് ഇളകി പോകാതിരിക്കാൻ ഈ സാരി ബ്ലൗസൊക്കെ ആകുമ്പോഴത്തേക്ക്, സിൽക്കിയൊക്കെ ആകുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അങ്ങനെ പോകാതിരിക്കാൻ ഒരു മൊട്ട് പിന്നൊക്കെ കുത്തി വെച്ചിട്ട് അളന്നാലും മതി. 36 ഇഞ്ച് വണ്ണവും 17.5 ഇഞ്ച് ഇറക്കമാണ് ഞാൻ എടുത്തേക്കുന്നത്. തയ്ച്ച് വരുമ്പോൾ ഒരു 16-16.25. കാരണം ബേക്ക് ഇച്ചിരി ഇറക്കം വേണമെന്നുള്ളവർക്കാണ്. അവർക്ക് ഇച്ചിരി ബേക്കിലുള്ള ചതയൊന്നും കാണരുതെന്നൊക്കെ ഉള്ളതുകൊണ്ടാണ്
അത്ര 17.5 ഇഞ്ച് എടുക്കണം, എന്നാലേ ഒരു നല്ല ഫിറ്റിന് അങ്ങനെ നിൽക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഈ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞ് മേലോട്ട് കയറും. പലരും വന്ന് പറയുന്ന ഞാൻ കണ്ടു, ബ്ലൗസ് ഇടുമ്പോൾ ആദ്യം ഇടുമ്പോൾ കൊള്ളാം, പിന്നെ മേലോട്ട് കയറുന്നു എന്നൊക്കെ. അങ്ങനെ മേലോട്ട് കയറുന്നതിൻ്റെ ഒക്കെ ഒരു കാരണങ്ങൾ ഇതൊക്കെയാണ്, ലെങ്ത് കുറഞ്ഞു പോകുന്നതാണ്. ഇത് ആദ്യം നമ്മൾ താഴേന്ന് അടിക്കുന്നെങ്കിൽ രണ്ടാമത് നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് അടിക്കണം. അതാണ് കറക്റ്റ് ലെവലാക്കാനുള്ള ഒരു പണി. താഴേന്ന് മേളിലോട്ട് അടിക്കുമ്പോൾ ചിലപ്പം വളയും. അപ്പം നമ്മൾ മേലിന്ന് താഴോട്ട് അതിൻ്റെ മേടി കൂടെ ഒരടിയും കൂടെ അടിക്കണം. അപ്പോൾ അവിടെ ശകലം വളഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങ് ലെവലായിക്കോളും. കണ്ടോ, ഇങ്ങനെ ലെവലാക്കി നമ്മൾ അടിച്ചിട്ട് ഇനി നമ്മൾ ആം ഹോളിൻ്റെ അവിടുത്തെ ഡോട്ടാണ് ഇടാൻ പോണത്. ആം ഹോളിൻ്റെ അവിടെ കണ്ടോ, എൻ്റെ വലത്തെ കൈ വെച്ച് അവിടെ താഴോട്ട് പിടിക്കുമ്പോൾ തന്നെ അവിടെ ആ ഡോട്ടിൻ്റെ പൊസിഷൻ അവിടെ അങ്ങനെ വരും, പൊങ്ങി. അല്ലാതെ അത് പ്രത്യേകിച്ച് വരച്ചിടുകയോ ഒന്നും വേണ്ട. പിന്നെ നമ്മൾ താഴത്തെ കട്ടിങ്ങിൻ്റെ ആ സ്റ്റിച്ചിങ്ങിൻ്റെ അവിടെ നിന്ന് മേളിലോട്ട് 2 ഇഞ്ച് നമ്മൾ മാറ്റി വേണം ഡോട്ട് ഇടാനുള്ളത്. അത് ഇപ്പം വലിയ വണ്ണം 36 കൂടുതൽ 38, 40 ഹിപ്പളവൊക്കെ ഉള്ളവർക്കാണെങ്കിൽ 2 പോരെ, 2.5 ഇഞ്ച് വിടുത്തെടുക്കണം. ഇതിപ്പോ ഇത്ര ആയതുകൊണ്ടാണ് 2 ഇഞ്ചിൽ നിൽക്കണത്. കണ്ടോ, ആ സൈഡും അതുപോലെ നമ്മൾ തള്ളവിരൽ അങ്ങനെ വെച്ച് പിടിക്കുമ്പോഴത്തേക്ക് ഇവിടെ ഈ ഡാട്ടിൻ്റെ അവിടെ ആ ഷേപ്പ് അങ്ങനെ വരും. കണ്ടോ, ഷേപ്പ് അങ്ങനെ വരും. അത് നമ്മൾ അതുപോലെ തന്നെ അളന്ന് അടയാളം ചെയ്ത് വെട്ടുക. സ്ഥിരം തയ്ച്ച് കഴിയുമ്പോഴത്തേക്കും അടയാളം ഒന്നും ചെയ്യണ്ട, നമുക്ക് രണ്ടൊക്കെ എത്ര വരുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഈ ഓരോ ഡാട്ട് ഇടുന്നതിനും ഓരോ ഉദ്ദേശങ്ങളാണ്. ഇത് ഈ ഡാട്ടില്ല, ഈ നെഞ്ചിന്റെ അവിടുത്തെ ഡാട്ട് ഇടുന്നത് ഇത് കപ്പ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. ഈ ഡാട്ട് ഇടുന്നത് നമ്മളെ കഴുത്തിന്റെ ലൂസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന ഒരു മെയിൻ ഡോട്ടാണ്. മറ്റേത് നമുക്ക് ഒറ്റ ഡോട്ട് മതി ക്രോസ് കട്ടിന്, മനസ്സിലായില്ലേ? താഴത്തെ ഒറ്റ ഡോട്ടേ ക്രോസ് കട്ടിന് വേണ്ടി. പക്ഷെ ഈ ഡോട്ടൊക്കെ നമ്മൾ ഇടുന്നത് അതിന് വേണ്ടിയിട്ടാണ്, കഴുത്ത് ടൈറ്റ് ആക്കാനാണ് ഈ നെഞ്ചിപ്പട്ടയുടെ ഈ ഡാട്ട് ഇടുന്നത്. അതുപോലെ ആംപോളിന്റെ അവിടെ നമ്മൾ ഡാട്ട് ഇടുന്നത് ആ ഷോൾഡറിന്റെ അവിടെ നിന്ന് കൈക്കുഴിയിലേക്ക് നല്ല ഭംഗിക്ക് ചുളുക്കൊന്നും വരാതിരിക്കാനാണ് ആ ഡാട്ട് ഇടുന്നത്. അങ്ങനെ ഓരോ ഡാട്ടിനും ഓരോ പ്രത്യേകതകളുണ്ട്. ആ 2 സൈഡിലും അതുപോലെ ഡോട്ട് ഇടണം. എല്ലാരും വിചാരിക്കും ഈ 4 ഡോട്ട് ഇടുന്നത് നമ്മുടെ പിന്നെ കപ്പ് കറക്റ്റ് ആവാനാണ്. ക്രോസ് കട്ടിന് ഒറ്റ ഡോട്ട് മതി. ഇങ്ങനെ ഈ കിടക്കുന്ന സ്ഥലത്ത് നമ്മൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വളച്ച് കട്ട് ചെയ്ത് കളയണം. കണ്ടോ, ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്ത് കളയണം. എന്നാലേ നമുക്ക് കട്ടിങ് വെച്ച് തയ്ക്കാൻ കറക്റ്റ് ആയിട്ടിരിക്കുള്ളൂ. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഡോട്ട് ഇടുമ്പോൾ ഇരിക്കുന്നത്. ഒരു സ്ഥലം കയറി ഇറങ്ങിയില്ലേ, അങ്ങനെ നമുക്ക് കട്ടിങ് വെച്ച് തയ്ക്കാൻ പറ്റൂ. അതിനാണ് ഇവിടെ ഇങ്ങനെ ചരിച്ച് നമ്മൾ കട്ട് ചെയ്ത് അത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ലെവലാക്കുന്നത്, കട്ടിങ് വെച്ച് തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അത് കട്ട് ചെയ്ത് ഒഴിവാക്കുമ്പോഴത്തേക്ക് ഇപ്പൊ നല്ല ഭംഗിയായിട്ട് കട്ടിങ് വെച്ച് തയ്ക്കാം. കണ്ടോ, ഇനി കട്ടിങ് വെച്ച് തയ്ച്ചാൽ മതി. കട്ടിങ് വെച്ച് തയ്ക്കുമ്പോൾ ഈ ഡോട്ടുകൾ ഉണ്ടല്ലോ, ആ ഡോട്ടുകളൊക്കെ പിടിച്ച് മാറ്റണം. ആ ഡോട്ടിലൊന്നും അടി വീഴരുത്. അത് ഈ താഴത്തെ ഡോട്ടായാലും നെഞ്ചിപ്പട്ടയുടെ ഡോട്ടായാലും ആംഹോളിന്റെ ഡോട്ടായാലും, നെഞ്ചിപ്പട്ടയുടെ ആംഹോളിന്റെ ഡോട്ട് ഒരു സൈഡിലേക്ക് ചരിഞ്ഞു പോകരുത്. അത് പരത്തി വെച്ച് 2 സൈഡിലും കൂടെ ചേർത്ത് വേണം അടിക്കാനായിട്ട്. അത് നെഞ്ചിപ്പട്ടയുടെ ഡാട്ടും അതുപോലെ തന്നെ ആംഹോളിന്റെ ഡാട്ടും അതുപോലെ തന്നെ അതൊന്ന് പരത്തി വെക്കണം 2 സൈഡിലേക്കായിട്ട്, അല്ലാതെ ഒരു സൈഡിലേക്ക് മാത്രം ആവരുത്. ഇത് നമ്മൾ ഈ ഇങ്ങനെ അധികം വരുന്ന ഭാഗമൊക്കെ നമ്മൾ
കട്ടിങ്ങിൻ്റെ അവിടെയൊക്കെ ചിലപ്പോൾ ഇച്ചിരിയൊക്കെ അധികം വരും. അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഇനി നമ്മൾ നെഞ്ചിപ്പട്ട വെച്ച് അടിക്കാനാണ്. നെഞ്ചിപ്പട്ട വെച്ച് അടിക്കുമ്പോൾ ആരോ ഒന്നര ചോദിച്ചു, ഈ കൊടുത്തടിക്കുന്നെന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു. കൊടുത്തടിക്കുന്നെന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞുതരാം. പഴയ ആൾക്കാർക്കൊക്കെയാണ് ഈ കൊടുത്തടിക്കൽ എന്നൊക്കെ പറഞ്ഞാൽ, ചിലരൊക്കെ പടി വെക്കുന്നു അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഓരോ നാട്ടിലും ഓരോ ഭാഷയല്ലേ. നമ്മൾ ഇത് ഐ വരിയാനുള്ള സ്ഥലമാണ് ഈ തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. ഐ വരിയാൻ എപ്പോഴും നമ്മൾ നെഞ്ചിപ്പട്ട കൊടുത്തടിക്കുകയല്ലേ ചെയ്യുന്നത്, ബോഡിയിലേക്ക് ചേർത്തല്ലല്ലോ, ആ വെക്കുന്ന പട്ടയിലേക്ക് തന്നെ നമ്മൾ അടിക്കുകയല്ലേ ചെയ്യുന്നത് മറിച്ചടിച്ചിരിക്കുമ്പോൾ. ഇത് രണ്ട് സൈഡിലും സാധാരണ ഹൂക്ക് വെക്കുന്നത് നമ്മൾ ബോഡിയിലേക്ക് മറിച്ചാണ് എല്ലാവരും തയ്ക്കുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല, നമ്മളെ കണക്കിൽ ബോഡിയിലേക്കല്ല, അതും ഈ തയ്ക്കുന്ന പടിയിലേക്ക് തന്നെയാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത്. ഇതിപ്പോ ഹൂക്ക് ഇടാനുള്ള, അതായത് ഐ വരിയാനുള്ള സ്ഥലമാണ് ഈ അടിച്ചു വെച്ചേക്കുന്നത് കേട്ടാ. ഈ ഐ വരിയുന്നത് എവിടെയൊക്കെയാണെന്ന് നമുക്ക് കാണാം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ തയ്യലില്. ഏറ്റവും താഴെ ഒരെണ്ണം, പിന്നെ ഈ കട്ടിങ്ങിന്റെ മധ്യഭാഗത്ത്, അത് വലിയ കട്ടിങ് ആയാലും ചെറിയ കട്ടിങ് ആയാലും മധ്യഭാഗത്ത്, പിന്നെ ആ കട്ടിങ്ങിന്റെ തയ്യൽ വരുന്ന ഭാഗത്ത്, കട്ടിങ് തുടങ്ങുന്ന ആ ഭാഗത്ത്, പിന്നെ നമ്മൾ ഡോട്ട് ഇട്ടേക്കുന്ന ഭാഗത്ത്, ആ ഡോട്ടിന്റെ അവിടെ കണ്ടോ, ഇതാണ് ഇതിന്റെ മെയിൻ. ഈ 3 ഐ വരിയുന്നത് മെയിനാണ്. പിന്നെ മുകൾ ഭാഗത്ത്, ഇതിലിപ്പോ ഞാൻ ഇന്ന് ഇത് ചേർത്ത് അടിച്ചല്ല വെക്കുന്നത്, ഐ മെഷീനിലല്ല അടിച്ചത്. അതായത് പട്ട് സാരി ആയതുകൊണ്ട് മെഷീനിൽ അടിക്കുമ്പോൾ നമ്മൾ ഹൂക്ക് വലിച്ചിടുമ്പോൾ ഇത് പിന്നി പോവും. അതുകൊണ്ട് ഐ വരിഞ്ഞ് കൈനൂലിടണം, നമ്മൾ കൈനൂലിട്ട് ഐ വരിയണം. അതാണ് ഇതിൽ ചെയ്യുന്നത്. അത് സാരി ബ്ലൗസിലൊക്കെ ഏറ്റവും കൂടുതൽ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ 2 പ്രാവശ്യം ഹൂക്ക് ഇടുമ്പോൾ അത് കീറിപ്പോവും. ഇത് നമ്മൾ ഹൂക്ക് വെക്കേണ്ട പടിയാണ്, ഹൂക്ക് വെക്കേണ്ടത്. ഇതാണ് ഞാൻ കൊടുത്തടിക്കണമെന്ന് പറഞ്ഞത്. അതിപ്പോ കാണിക്കാം. അതാ നമ്മൾ ആ തയ്യൽ തുമ്പില്ലേ, അതിലേക്ക് തന്നെ ഇത് മടക്കി അടിക്കണം. സാധാരണ എല്ലാവരും അത് ബോഡിയിലേക്ക് മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ കണക്കിൽ അങ്ങനെയല്ല, മനസ്സിലായോ? ഇത് അതിലേക്ക് തന്നെ, ആ തയ്യൽ തുമ്പിലേക്ക് തന്നെ മടക്കി അടിക്കണം. അതാണ് കൊടുത്തടിക്കുന്നു പറയുന്നത്. ഓരോ നാട്ടിലും ഓരോ ഭാഷയാണ്, അത്രേ ഉള്ളൂ. ഈ വീഡിയോ ലെങ്ത് ആയി പോയത് കൊണ്ട് സ്കിപ്പ് ചെയ്ത് പോകരുത്. അങ്ങനെ പോയാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവൂല. ഇത് ഫുള്ളായിട്ട് കാണണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. അല്ലാതെ ഇങ്ങനെ തയ്ക്കാൻ പറ്റൂല, ഇങ്ങനെ തയ്ച്ചാൽ ശരിയാവൂല എന്ന് പറഞ്ഞിട്ട് പോകരുത്. ഞാൻ ഇങ്ങനെ തന്നെയാണ് എല്ലാ ആൾക്കാർക്കും ബ്ലൗസ് തയ്ച്ചു കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് വില കൂടിയ ഒരു സാരി, അതായത് 10-20,000 രൂപ വില വരുന്ന ഒരു സാരിയുടെ ബ്ലൗസാണിത്. അപ്പൊ ഞാൻ അത് തയ്ക്കുന്നത് എന്തോരം കെയറിങ്ങിലായിരിക്കണം തയ്ക്കേണ്ടത്. ഇല്ലെങ്കിൽ എൻ്റെ പൈസ ആണ് പോകുന്നത്, കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ. മനസ്സിലായി? അപ്പൊ ഞാൻ അത്രയും ഇതായിട്ട് തയ്ക്കേണ്ട. ഇപ്പം നമ്മളിവിടെ ബാക്ക് വെച്ച് അടിച്ചതാണ് കണ്ടത്, ബാക്ക് തയ്ച്ച് തീർന്നു. ഇനി ബാക്കിന്റെ ഡോട്ട്, അത് പ്രധാനമാണ് കേട്ടോ. നമ്മുടെ വണ്ണത്തിന്റെ ഒരു പ്രധാന ഘടകം ബാക്കിലെ ഡോട്ടും കൂടെയാണ്. ഇതാ ഇങ്ങനെ മടക്കണം കേട്ടോ, ആം ഹോളിന്റെ അവിടെ ആ മടക്ക് കണ്ടോ, അങ്ങനെ മടക്കണം. എന്നിട്ട് നമ്മൾ ഡോട്ട് ഇടുന്നത്, നമ്മൾ കട്ടിങ് വെട്ടിയില്ലേ പേപ്പർ പാറ്റേൺ, ആ എത്ര ഹൈറ്റിലാണോ കട്ടിങ് വെട്ടിയത് ആ ഹൈറ്റിൽ ഡോട്ട് ഇടണം. 1/2 ഇഞ്ച് മാറ്റി ഡോട്ട് ഇടണം. വണ്ണം അനുസരിച്ച് മാറ്റണം. 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ ഒക്കെ നമുക്ക് ഡോട്ടിന്റെ അളവ് നീട്ടാം. കാരണം ചിലപ്പോ ഈ ഇടുപ്പ് വണ്ണം കുറവായിരിക്കും, പക്ഷെ ബ്രസ്റ്റ് ഒക്കെ ഉള്ളവർക്ക് ഇച്ചിരി ഒരു 3/4 ഇഞ്ച് ഡോട്ടിന് 3/4 ഇഞ്ച് ആയാലും കുഴപ്പമൊന്നുമില്ല, വിട്ട് കേട്ടോ. അതൊക്കെ അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ വണ്ണം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. മെലിഞ്ഞിരിക്കുന്നവർക്കാണെങ്കിൽ ഒരു 1/4 ഇഞ്ചൊക്കെ മതി, കുഴപ്പമില്ല. പക്ഷെ നല്ല വണ്ണം ഉള്ളവർക്ക് ഒരു 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ ഒക്കെ ഇടണം. അതേപോലെ നമ്മൾ ഡോട്ട് ഇട്ട്, ഡോട്ടിന്റെ ഹൈറ്റ് മനസ്സിലായല്ലോ. നമ്മൾ കട്ടിങ് എടുക്കുന്ന പോലെയാണ് അതേ ഹൈറ്റിൽ എടുക്കണം. ഇനി ഇതിൽ പട്ട വെച്ചടിക്കണം. പട്ട ഇച്ചിരി വീതിക്ക് വെച്ചടിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ബാക്ക് കയറി പോകും. ചിലർ പറയുമല്ലോ ബാക്ക് കയറി പോകുന്നതിന്റെ ഒരു പ്രധാന കാരണം അതാണ്, പട്ടയ്ക്ക് വീതി കാണൂല. ഇപ്പൊ കഴുത്തിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ഇടുങ്ങിപ്പോയി ചെറിയ കഴുത്തെന്നൊക്കെ തോന്നും, പക്ഷെ തയ്ച്ചിടുമ്പോ അങ്ങനല്ല. ഇനി നമുക്ക് ഇതിൽ രണ്ടും കൂടെ ജോയിന്റ് ചെയ്യാം, ബാക്കും ഫ്രണ്ടും.
നമ്മൾ ഈ കഴുത്തിന്റെ ഭാഗം എപ്പോഴും കറക്റ്റ് ചെയ്ത് പിടിച്ച് വേണം തയ്ക്കാൻ കേട്ടോ. ആംകോളിന്റെ ഭാഗം കൂടിയാലും കുറഞ്ഞാലും നമുക്ക് കട്ട് ചെയ്യാം. പക്ഷെ കഴുത്ത് അങ്ങനെയല്ല. ബാക്കും ഫ്രണ്ടിലും വരുമ്പോൾ ചിലപ്പം ബാക്കിന്റെ പീസോ ഫ്രണ്ടിന്റെ പീസോ ഒക്കെ ഇത്തിരി കൂടിയോ കുറഞ്ഞായിരിക്കും. പക്ഷെ അത് ഒരിക്കലും കഴുത്തിലോട്ടാവരുത്. കഴുത്ത് കറക്റ്റ് ലെവലിൽ തയ്ക്കുക. ആംകോളിന്റെ അങ്ങോട്ടും കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഈ സൗണ്ടിൽ ഒരു പറവറപ്പ് വന്നു തോന്നല്ലേ, ഫാൻ ഇട്ടിരുന്നതാണ് കേട്ടോ, സോറി. ഇപ്പം നമ്മൾ രണ്ട് ബാക്ക് ഫ്രണ്ട് നമ്മൾ ജോയിൻറ്റ് ചെയ്തു കണ്ടോ, ബാക്കും ഫ്രണ്ടും ജോയിൻറ്റ് ചെയ്തു. ഇനി നമ്മൾ ഇതിൻ്റെ വണ്ണം അളന്നടിക്കാൻ പോവുകയാണ്. വണ്ണം നമ്മളിവിടെ അളന്ന് മാർക്ക് ചെയ്യും. എത്രയെന്നറിയാമോ? നമ്മുടെ ഹിപ്പളവ് എത്രയാണ്? 36. 36ന്റെ 4 9. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി 10 ഇഞ്ച് ആണ് നമ്മൾ അടയാളപ്പെടുത്താനുള്ളത്. 10 ഇഞ്ച് രണ്ട് ഫ്രണ്ടും നമ്മൾ 10 ഇഞ്ച് അടയാളപ്പെടുത്തണം. ബാക്ക് രണ്ടായിട്ട് മടക്കി മധ്യഭാഗത്തുനിന്ന് സൈഡിലേക്ക് അളന്ന് 2 ഇഞ്ച് അടയാളപ്പെടുത്തണം. അങ്ങനെയാണ് അടയാളപ്പെടുത്താനുള്ളത്. ഇതാ അവിടെ നിന്ന് ബാക്ക് രണ്ടായിട്ട് മടക്കി തുല്യമായിട്ട് മടക്കി സൈഡിലേക്ക് 10 ഇഞ്ച് അടയാളപ്പെടുത്തണം. രണ്ട് സൈഡും അടയാളപ്പെടുത്തണം. അപ്പുറം ഇപ്പുറം രണ്ട് സൈഡ് നമ്മൾ അടയാളപ്പെടുത്തണം. എന്നിട്ട് ബാക്കും ഫ്രണ്ടും കൂടെ ഈ അടയാളപ്പെടുത്തിയ ഭാഗത്തുനിന്ന് ആം ഹോളിലേക്ക് തയ്ക്കണം. ഫുള്ള് തയ്ക്കരുത്. അവിടെ ഒരു മാർക്ക് ഇട്ടിട്ടുണ്ട്. ആ മാർക്കിന്റെ അതുവരെ മാത്രമേ തയ്ക്കാവൂ. ഈ സൈഡ് നമ്മൾ താഴെ ഭാഗം ലെവലിന് പിടിക്കണം കേട്ടോ, കയറി ഇറങ്ങി ആവരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താ ഇങ്ങനെ ലെവലിന് കറക്റ്റ് ചെയ്ത് പിടിച്ചിട്ട് വേണം തയ്ക്കാൻ. തയ്ച്ച് മൊത്തം മുട്ടിക്കരുത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കൈ വെച്ച് അടിക്കേണ്ടതാണ്. അതുകൊണ്ട് ഒരു 1/4 ഭാഗം വെച്ച് നമ്മൾ തയ്ച്ച് നിർത്തണം. 1/4 ഭാഗം തയ്ച്ചാൽ മതി. മുക്കാൽ ഭാഗം തയ്ച്ച് അവിടെ നിർത്തണം. എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇങ്ങനൊക്കെ ബ്ലൗസ് തയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങളിപ്പം കസ്റ്റമർക്ക് തയ്ച്ചു കൊടുക്കണമെന്നില്ല, സ്വന്തമായിട്ട് തയ്ച്ച് നോക്കൂ. ഇതും അതുപോലെ തന്നെ ഒരു 1/4 ഭാഗം നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് നേരത്തെ അടിച്ച അതേപോലെ അടിച്ച് അവിടെ കൊണ്ടുപോയി നിർത്തുക. സാധാരണ എല്ലാവരും കൈ വെച്ച് അടിച്ചിട്ടൊക്കെയാണ് ബോഡി ഷേപ്പ് മൊത്തത്തിൽ അടിക്കുന്നത്. നമ്മൾ അങ്ങനല്ല അടിക്കുന്നത്. ആദ്യം ഇവിടെ അടിച്ചു നിർത്തണം. ഇനി നമ്മൾ കൈ വയ്ക്കും. ഇനിയാണ് കൈ വയ്ക്കാനുള്ളത്. കൈ വയ്ക്കണതിന് മുമ്പ് അവിടെ കുറച്ച് വേസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. ആം ഹോളിൻ്റെ അവിടെ വേസ്റ്റ് കാണും, സൈഡിൽ വേസ്റ്റ് കാണും. അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കണം. ഷോൾഡറിൻ്റെ അവിടെ ചിലപ്പം വേസ്റ്റ് ഉണ്ടാവും. അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് രണ്ട് സ്ഥലവും കട്ട് ചെയ്ത് നല്ല ക്ലിയർ ചെയ്യണം. കഴുത്തിന് ഇങ്ങനെ പിടിച്ച് നോക്കണം. അപ്പോൾ കഴുത്തിൻ്റെ അവിടെ എപ്പോഴും ലെവലായിരിക്കണം കേട്ടോ. ആം ഹോളിൻ്റെ അവിടെ അങ്ങോട്ട് തുണി വേസ്റ്റ് കിടപ്പുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യണം. കഴുത്തിൻ്റെ അവിടെ നമ്മൾ സ്ട്രെയിറ്റ് പിടിച്ചാണ് നേരത്തെ തയ്ച്ചത്. അതുകൊണ്ട് കഴുത്തിൻ്റെ അവിടെ കട്ട് ചെയ്യേണ്ടി വരില്ല. ചിലർ തയ്ക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വരും. ഈ കഴുത്ത് ലൂസാവുന്നു എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടാണ് കേട്ടോ. കഴുത്ത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ അതനുസരിച്ച് കട്ട് ചെയ്തില്ലെങ്കിൽ അവസാനമാകുമ്പോൾ കഴുത്ത് നമ്മളെ കയ്യിൽ നിന്ന് പോകും. തയ്ച്ച് വരുമ്പോൾ കഴുത്ത് കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് വെട്ടുമ്പോഴേ നമ്മൾ ആ ഒരു കണക്ക് മെയിൻറ്റെയിൻ ചെയ്ത് വെട്ടണം. ഇത് കൈയാണേ, ഒരു വെറൈറ്റി കൈ തുന്നാനാണ് ഞാനിത് എടുക്കുന്നത്. ഇതുപോലെ 2 നീളം പീസ് എടുക്കുകയാണ്. എന്നിട്ട് മധ്യഭാഗത്തൊരു മാർക്ക് ചെയ്ത് സൈഡിലേക്ക് 1.5 ഇഞ്ച് നീളത്തിൽ ഒരു 3-4 മാർക്ക് ഇടുകയാണ്. എന്തിനാണെന്നോ അവിടെ 2-3 പ്ലീറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. തുണിയുടെ ലെങ്ത് അനുസരിച്ച് നമുക്ക് എത്ര പ്ലീറ്റ് വേണമെങ്കിലും എടുക്കാം. സാരി പീസൊക്കെ ആകുമ്പോൾ അതിനനുസരിച്ചൊക്കെ ഉള്ള അത്രയ്ക്കല്ലേ വരുള്ളൂ. അതുകൊണ്ട് ഇത് ഒരു 4 പ്ലീറ്റിനുള്ള തുണിയേ ഉള്ളൂ. കാരണം ഇതിൻ്റെ കൈ വണ്ണം കൂടുതലാണ്.
അതുകൊണ്ട് അത്രയ്ക്ക് എടുക്കത്തുള്ളൂ. കൈവണ്ണം കുറവുള്ളവർക്കാണെങ്കിൽ കുറേ കൂടെ ഒക്കെ എടുക്കാം. എല്ലാവർക്കും കൈവണ്ണം ഒരുപോലല്ല വരുന്നത്. ബോഡിക്ക് അനുസരിച്ച് ചിലർക്ക് വരാറില്ല. ചിലർക്ക് ബോഡിയേക്കാളും കൈവണ്ണം കൂടുതലായിരിക്കും. ചിലർക്ക് ബോഡിയുടെ കണക്ക് കൈവണ്ണം വരില്ല, മെലിഞ്ഞ കൈയായിരിക്കും. ഇതാ ഇങ്ങനെ പിടിക്കണം കേട്ടോ. 1.5 ഇഞ്ച് എടുത്തിട്ട് ഇതാ ഇങ്ങനെ കണ്ടോ, ഈ പിടിക്കുന്ന ഇതുപോലെ പിടിച്ച് ഒരു പോയിന്റിൽ തന്നെ കൊണ്ടുവന്ന് 4 പ്ലേറ്റും കൂടെ അങ്ങനെ പിടിച്ച് ആദ്യം അവിടെ ഒരു സ്റ്റിച്ച് ഇടണം. ഈ സൈഡ് അങ്ങനെ പിടിച്ച് ആ സെൻറ്ററിൽ ഒരു സ്റ്റിച്ച് ഇടണം. കൈവണ്ണം അങ്ങനെ പ്രശ്നമുള്ളവർക്ക് നമ്മൾ ശരിക്ക് ബോഡിയും ഇതിൽ പറയുന്നത് പോലെ വണ്ണം അടിച്ചിട്ട് കൈവണ്ണം മാത്രം ഒന്ന് ഷേപ്പ് ചെയ്തടിക്കുക. അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. ഇനി അപ്പുറത്തെ സൈഡിൽ നിന്ന് പിടിക്കണം കേട്ടോ. അതായത് ഇതുപോലെ ആ പോയിന്റിലേക്ക് തന്നെ പ്ലേറ്റ് പിടിക്കണം. കണ്ടോ, അതുപോലെ 4 പ്ലേറ്റ് പിടിച്ച് അവിടെ ഒരു സ്റ്റിച്ച് ഇടണം. ഇതൊരു വെറൈറ്റി കൈ തയ്ക്കാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. അതിൽ വലിയ കാര്യമൊന്നുമില്ല. നമുക്കിഷ്ടമുള്ള മോഡലിലൊക്കെ നമുക്ക് കൈയും കഴുത്തും ഒക്കെ തയ്ക്കാം. കഴുത്തും ബാക്ക് കഴുത്തൊക്കെ നമുക്ക് ഇഷ്ടം പോലെ മോഡൽസ് ഉണ്ട്, അതുപോലെയൊക്കെ നമുക്ക് തയ്ക്കാം. അപ്പോൾ കയ്യിൽ ഒരു മോഡൽ എനിക്ക് തോന്നി, അങ്ങനെ ഞാൻ തയ്ച്ചു എന്നുള്ളതേ ഉള്ളൂ. വെഡ്ഡിങ്ങിനുള്ള സാരിയല്ലേ, അപ്പോൾ ഒരു ചെറിയ മോഡലായിട്ടിരിക്കട്ടെ, അവിടെ 2 കല്ലും മുത്തും ഒക്കെ വെക്കുമ്പോൾ അതൊരു ഭംഗിയായിരിക്കും. അങ്ങനെ തയ്ച്ചെന്നേ ഉള്ളൂ. നമ്മൾ ആദ്യമേ വെട്ടി വെച്ചിട്ടുണ്ട്, നമ്മുടെ കൈ ലൈനിങ് വെട്ടി വെച്ചിട്ടുണ്ട്. ഇനി അത് ഇതിൻ്റെ മുകളിൽ വെച്ച് തയ്ക്കണം. ഇതിൻ്റെ അഴുക്ക വശത്ത് വെച്ച് വേണം തയ്ക്കാൻ, നല്ല വശത്തല്ല. അഴുക്ക വശത്ത് വെച്ച് ഇതുപോലെ തയ്ക്കണം. തയ്ച്ചിട്ട് ആ ബാക്കി വരുന്നതൊക്കെ നമ്മളങ്ങ് കട്ട് ചെയ്ത് ഒഴിവാക്കണം. കണ്ടോ, അത് കട്ട് ചെയ്ത് ഒഴിവാക്കണം. അത് അപ്പോൾ നമ്മുടെ കൈ കറക്റ്റായിട്ട് വരും. ചിലരൊക്കെ വന്ന് കൈവണ്ണം മെലിഞ്ഞതാണ്, ഈ ഷേപ്പിൽ അങ്ങനെ വെട്ടിയാൽ ശരിയാവുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇത് കണ്ടോ, ഇതാണ് കൈ. ഇനി ഇതിൽ ഞാൻ സാരിയിൽ ഒരു പീസ് എടുത്ത് പൈപ്പിംഗ് പോലെ അടിക്കുകയാണ് കേട്ടോ. പൈപ്പിംഗ് അല്ല, ഇച്ചിരി വീതിക്ക് അടിക്കുകയാണ് അടിഭാഗത്ത്. അതൊരു ഭംഗിക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെയാണ് ഓരോ മോഡലുകളൊക്കെ നമ്മൾ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ബോഡിക്ക് അനുസരിച്ചുള്ള കൈ അല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞ മെത്തേഡാണ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ചിലർ വണ്ണം അടിച്ചിട്ട് വണ്ണം കറക്റ്റ് ആവുന്നില്ല, വണ്ണം ചെറുതായി പോകുന്നു, നെഞ്ചുവണ്ണം എത്തുന്നില്ല, ബാക്കിയൊക്കെ കറക്റ്റായി എന്നൊക്കെ പറയുന്നുണ്ട്. നെഞ്ചുവണ്ണം എത്താത്തവർക്കൊക്കെ നമുക്ക് ഇപ്പം വണ്ണം കൂടിയാലോ കുറഞ്ഞാലോ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ബാക്കിയുള്ളത് പോലല്ല. വണ്ണം കൂട്ടാനും കുറയ്ക്കാനും ഒരു വിഷയമല്ലല്ലോ. നമ്മളെപ്പോഴും തയ്യൽ തുമ്പ് ഇട്ടിട്ടല്ലേ തയ്ക്കുന്നത്. അപ്പം വണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം, അതിന് കുഴപ്പമില്ല. ഇതുപോലെ മടക്കി നമ്മൾ തയ്ക്കുന്നു. ഒരു ചെറിയ പൈപ്പിംഗ് മാതിരി ഇച്ചിരി വീതിക്ക് എടുത്തെന്നുള്ളതേ ഉള്ളൂ. പൈപ്പിംഗ് അല്ല, അല്ലാതെ ഒരു ബോർഡർ വയ്ക്കുന്നു. സാരിയിൽ ഒരു പീസ് വെച്ച് ബോർഡർ വയ്ക്കുന്നു, അത്രയേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം ഇതൊരു പുതിയ വെറൈറ്റി തയ്യലല്ലേ, അപ്പോൾ തയ്ച്ച് പഠിക്കുന്നവർ പഠിക്കട്ടെ. ഇനി നമ്മൾ കൈ വെച്ചടിക്കാൻ പോവുകയാണേ. ഇതോ കൈ ഇങ്ങനെ വെച്ച് തയ്ക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ നമ്മൾ ഷേപ്പ് വെട്ടിയിട്ടില്ല,
ആദ്യമേ ഷേപ്പ് നമ്മൾ കുഴിച്ച് വെട്ടിയാണ് തയ്ച്ചേക്കണത്. വേണമെങ്കിൽ ഷേപ്പ് ഇനി വേണമെങ്കിൽ കുറച്ചും കൂടെ ഒരു അര ഇഞ്ച് കുഴിച്ച് വെട്ടാം. ഇതിപ്പോൾ ഞാൻ വെട്ടിയിട്ടില്ല, കാരണം നമ്മൾ വെട്ടി വെച്ചേക്കുന്നതുകൊണ്ട് ഞാൻ വെട്ടിയില്ലെന്നേ ഉള്ളൂ. ഇതാ അടിച്ചു തീർന്നു കേട്ടോ. ഇതാ കൈ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിൽ മുത്തോ കല്ലോ ഒക്കെ വെച്ച് നമുക്കിതിനെ ഭംഗിയാക്കാം. ഇനി നമ്മൾ കൈയും ബോഡിയും കൂടെ ജോയിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അത് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ നേരത്തെ ജോയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ മുക്കാൽ ഭാഗം, കൈയുടെ അവിടെ നിന്ന് അടിച്ച് അതങ്ങ് ജോയിൻറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അതിൽ പ്രത്യേകിച്ച് അളവും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മൾ നേരത്തെ അടിച്ച് വെച്ചത് അടിച്ച് ജോയിൻറ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഫുള്ളാക്കുന്നു. ബോഡി നമ്മൾ നേരത്തെ മുക്കാൽ ഭാഗം അടിച്ച് വെച്ചതല്ലേ, ഇപ്പോൾ കൈയും കൂടെ വെച്ചപ്പോൾ അത് ഫുള്ളാക്കി അടിക്കുന്നു, അത്രയേ ഉള്ളൂ. പലരും എൻ്റെ ഫോൺ നമ്പറൊക്കെ ചോദിച്ചു, അതൊക്കെ ഞാൻ തരാം കേട്ടോ. അതെന്ന് വെച്ചാൽ വേറൊരു നമ്പർ എടുക്കണം, ഒരു ബിസിനസ് നമ്പർ എടുത്തിട്ട് ഞാൻ തരാം. നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാനോ, പലരും തയ്ക്കാൻ എൻ്റെ ഷോപ്പ് എവിടെയാണെന്നൊക്കെ ചോദിച്ചു. ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ ഒരുപാട് ദൂരെ ആയിരിക്കും. ഞാൻ കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലക്കാർ അടുത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, കൊണ്ടുവന്നാൽ മതി. അല്ലെങ്കിൽ കൊറിയർ ചെയ്യാൻ പറ്റിയാൽ കൊറിയർ ചെയ്ത് തന്നാലും ഞാൻ തിരിച്ച് അയച്ചു തരാം, അതിനൊന്നും കുഴപ്പമില്ല. ഞാനിതിൽ ബ്ലൗസിൻ്റെ വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ ഇടുന്നത് കേട്ടോ. എല്ലാ അളവിലുള്ള ബ്ലൗസും ഞാൻ ഇടും. അപ്പോൾ അത് നിങ്ങളൊന്ന് കാണുക. ഓരോരുത്തർക്കും ഓരോ അളവാണല്ലോ, 32 ഇഞ്ച്, 30 ഇഞ്ച്, 26 ഇഞ്ച്, 28 ഇഞ്ച്, 38 ഇഞ്ച്, 40 ഇഞ്ച്, അങ്ങനെ പല ഇടുപ്പളവിലുള്ള ഇടുപ്പളവ് സൈസ് മാത്രമേ ഞാൻ തയ്ക്കുകയുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ പല രീതിയിൽ അളവ് എഴുതി ചോദിക്കുന്നുണ്ട്, 38 എങ്ങനെ തയ്ക്കും. ഈ അളവ് നിങ്ങൾ ഇടുപ്പളവാണോ എന്ന് പ്രത്യേകം പറയണം കേട്ടോ. നെഞ്ചളവാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്ന കണക്ക് തെറ്റും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും പറയുമ്പോൾ ഇടുപ്പളവ് മാത്രമാണ് നിങ്ങൾ പറയേണ്ടത്. ഞാൻ അതനുസരിച്ചാണ് നിങ്ങളോട് മറുപടിയും പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ നെഞ്ചളവാണ് 40 ഇഞ്ച് പറയുന്നതെങ്കിൽ എല്ലാം തെറ്റൂലേ കണക്ക്. അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ കമൻ്റ് ഇടുമ്പോൾ അത് ഏത് അളവാണെന്ന് പറയണം. ഞാൻ ഇടുപ്പളവ് അനുസരിച്ച് മാത്രമേ ബ്ലൗസ് വെട്ടി തയ്ക്കാറുള്ളൂ. നെഞ്ചളവ് ഞാൻ നോക്കി തയ്ക്കൂല. ആര് അളവ് തയ്ക്കാൻ ബ്ലൗസ് കൊണ്ടുവന്നാലും ഞാൻ നെഞ്ചളവ് നോക്കാറില്ല, ഇടുപ്പളവ് നോക്കി തന്നെയാണ് തയ്ക്കുന്നത്. തയ്ച്ച് തീർന്നിട്ട് ഞാൻ നെഞ്ചളവ് നോക്കും. ഇനി അതിൽ 1 ഇഞ്ചോ 2 ഇഞ്ചോ കുറവോ കൂടുതലോ ഉണ്ടെങ്കിൽ പോലും ഞാനത് അടിച്ച് കുറയ്ക്കാൻ നിൽക്കൂല. കാരണം കസ്റ്റമർ വന്ന് ഇട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യും. കാരണം അവർ തരുന്ന ബ്ലൗസ് ചിലപ്പോൾ വേറെ ആരെങ്കിലും തയ്ച്ച ബ്ലൗസ് കൊണ്ട് അത് കറക്റ്റ് ആയിരിക്കില്ല. അപ്പം ഞാൻ അതിനൊപ്പം ആക്കിയാൽ എൻ്റെ ബ്ലൗസ് കുളമായിപ്പോവും. അതുകൊണ്ട് ഞാൻ തയ്ച്ചത് അതേപോലെ തന്നെ കസ്റ്റമർക്ക് കൊടുക്കും. അവരിട്ട് എൻ്റെ ഷോപ്പിൽ ഇട്ട് നോക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അവരിട്ട് നോക്കിയിട്ട് അതിലെന്തെങ്കിലും വണ്ണം കുറയുകയോ കൂടുകയോ അത് മാത്രമാണ് ഇതിൽ വരുന്നത്. അല്ലാതെ വേറെ ഒരു കംപ്ലൈൻറ്റും വരില്ല. ചിലപ്പോൾ ചിലർക്ക് കുറച്ച് ടൈറ്റ് ആയിരിക്കും, ചിലർക്ക് ലൂസായിരിക്കും. അതൊന്ന് കറക്റ്റ് ചെയ്താൽ മാത്രം മതി. ഈ ഇടുപ്പളവ് നമ്മൾ അളന്ന് 1/2 ഇഞ്ച് അളന്ന് കണ്ടോ. ഇതിങ്ങനെ വർത്തനം പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് വണ്ണം അടിക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചോ. 7 ഇഞ്ചാണ് നമ്മുടെ കൈവണ്ണം അളന്നത്. 7.5 ഒന്ന് മടക്കുക. ആദ്യത്തെ തയ്യൽ 7.5 മടക്കി തയ്ക്കുക. കണ്ടോ, ആ മടക്കുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ. കൈയുടെ അവിടെ നിന്ന് ഒന്ന് ചരിച്ച് മടക്കണം, എന്നിട്ട് താഴോട്ട് മടക്കണം. മടക്കി ഒരു നഖം കൊണ്ടൊരു വര വരയ്ക്കണം. എന്നിട്ട് അതിലെ ഒരു മാർക്ക് ഇടണം. എന്നിട്ട് മേലിന്ന് താഴോട്ട്. ആദ്യത്തെ തയ്യൽ കയ്യിൽ നിന്ന് താഴോട്ടാണ് കേട്ടോ. അത് തയ്ച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് അളന്ന് നോക്കാം, ഇടുപ്പളവ് നോക്കാം. നമ്മൾ ആദ്യത്തെ തയ്യൽ തയ്ച്ചിട്ട് ഇടുപ്പളവ് അളക്കണ്ടി. ഇപ്പം അളന്ന് നോക്കി, ഇവിടെ ഇത്രയും ബാക്കിയുണ്ട്. ഇത് അടിച്ച് നമുക്ക് കുറയ്ക്കാനുള്ളതാണ്. അത് എത്രയുണ്ട്, എത്ര ഉണ്ടെന്ന് നമ്മളൊന്ന് അളന്ന് നോക്കാം. അതൊരു 3 ഇഞ്ചോളം വരും. 3 ഇഞ്ച് വരും. ഈ 3 ഇഞ്ചിന് 2 സൈഡിൽ നിന്നും കൂടെ നമ്മൾ കുറയ്ക്കണം. അപ്പോഴും ഒരു സൈഡിൽ 3/4 ഇഞ്ച് മാർക്ക് ചെയ്യണം. 3/4 അടിയിലും മേളിലും ആകുമ്പോൾ 1.5 ഇഞ്ചായി. അപ്പോൾ 2 സൈഡും ആകുമ്പോൾ 3 ഇഞ്ചും കുറയും. അങ്ങനെ കണക്കാക്കിയാണ് നമ്മളിത് മാർക്ക് ചെയ്തെടുക്കാനുള്ളത്.
അവിടെ 3/4 ഇഞ്ച് മാർക്ക് ചെയ്യണം. എന്നിട്ട് അടിഭാഗം എപ്പോഴും ലെവലിനെ മടക്കാവേ. കൈയുടെ അവിടെ മാത്രമേ വളച്ചു മതി. അവിടെ മടക്കുന്നുണ്ടോ? നേരെ ബോഡിയിലേക്ക് സ്ട്രെയിറ്റ് മടക്കണം. കണ്ടോ? ഇങ്ങനെ മടക്കണം. മടക്കിയതാ കൈയുടെ അവിടെ വളച്ച് നമ്മൾ കൈയുടെ അവിടെ 7 ഇഞ്ച് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആദ്യം 7.5-ലാണ് ഫസ്റ്റ് അടി അടിച്ചത്, രണ്ടാമത് 7 ഇഞ്ച്. 7 ഇഞ്ചാണ് അവരുടെ ഫിനിഷിങ് അളവ്. അപ്പം നമ്മൾ ആ 7 ഇഞ്ചിൽ അടിച്ച് നിർത്തണം. അത് രണ്ടാമത്തെ അടി താഴേന്ന് അടിക്കണം. ചിലർക്ക് ഈ നെഞ്ചുവണ്ണം കുറഞ്ഞു പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മേളിൽ നിന്ന് താഴോട്ട് അടിച്ചില്ലേ, ആ അടിയിൽ കൂടെ താഴേന്ന് മേളിലോട്ട് അടിച്ച് കയറണം. അതായത് ഇടുപ്പ് മാത്രം അവിടെ കുറച്ചിട്ട് മേളിലോട്ട് നെഞ്ചിലോട്ട് അടിച്ചു വരപ്പം നമ്മൾ മേളിൽ നിന്ന് താഴോട്ട് അടിച്ചില്ലേ, അതിലേക്ക് അടിച്ചു കയറി കയ്യിലവിടെ വന്ന് നിൽക്കണം. അത് 2-3 തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അതെങ്ങനെയാണ് അടിക്കേണ്ടതെന്ന്. കൈ 7 നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, അവിടെ വന്ന് നിൽക്കണം. അങ്ങനെയാണ് അടിക്കുന്നത്. വളരെ സിമ്പിളാണ്. 1-2 വട്ടം നിങ്ങൾ ഇത് കാണുകയും പിന്നെ നിങ്ങൾ 1-2 ബ്ലൗസ് തയ്ച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്ര സിമ്പിളായിരുന്നു എന്നും മനസ്സിലാവും. കാരണം ഇത് ടൈറ്റ് ഫിറ്റ് ബ്ലൗസാണിത്. നല്ല ടൈറ്റ് ഫിറ്റായിട്ട് കിടക്കും ബ്ലൗസ്. നല്ല ബ്രൈസറൊക്കെ ഇട്ട് ഈ ബ്ലൗസ് നല്ലവണ്ണം നല്ല ഭംഗിക്ക് കിടക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എന്നിട്ട് വേസ്റ്റൊക്കെ വരുമ്പോൾ അതായത് ചെറുതായിട്ടൊന്ന് ഞെറുക്കി കളയുക. ഒരുപാട് തയ്യൽ തുമ്പ് ഇട്ടേക്കണം കേട്ടോ. ചിലർക്ക് വണ്ണം എത്തിയില്ലെങ്കിൽ തയ്യൽ തുമ്പ് നമുക്ക് ഇച്ചിരി വണ്ണം കൂട്ടണ്ടേ. അപ്പം തയ്യൽ തുമ്പൊക്കെ അത്യാവശ്യം ഇട്ടേക്കണം. 2 സൈഡിലും അതുപോലെ 3/4 ഇഞ്ച് വീതം നമ്മൾ മടക്കുകയാണ്. താഴെ സൈഡ് മടക്കുമ്പോൾ ഉറപ്പായിട്ടും ലെവലിനെ മടക്കാവൂ, വളയരുത്. കണ്ടോ? വളച്ചടിക്കുന്നത് എപ്പോഴും നമ്മൾ കൈയാണ്. ഇങ്ങനെ മടക്കണം. മടക്കി നമ്മൾ 7 ഇഞ്ച് അവിടെ അവർ ആദ്യം അടയാളപ്പെടുത്തിയിട്ടുണ്ട്, അവിടെ കൊണ്ടുവന്ന് വളച്ച് നിർത്തണം. ഇത്രയേ ഉള്ളൂ നമ്മളെ ബ്ലൗസിൻ്റെ വണ്ണം അടിക്കൽ. ഈ വണ്ണം കുറഞ്ഞു പോയി എന്ന് ആരെങ്കിലും തോന്നുന്നെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണം. ഇടുപ്പ് മാത്രം നമ്മൾ വണ്ണം കുറച്ചിട്ട് മേളിൽ ചെസ്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ മേളിൽ നിന്ന് താഴോട്ട് അടിച്ച് ആ അടിയിൽ കൂടെ വേണം അടിച്ച് കൈക്കുഴിയിൽ അവിടെ വന്നിട്ട് പിന്നെ കയ്യിലേക്ക് വണ്ണം കുറച്ച് പോകണം. ഇങ്ങനെ അടിച്ച് തീർന്നിട്ട് ഇത്രയും കൈവണ്ണം വേണ്ടാത്ത ചിലരുണ്ട്. അവർക്ക് ആ കൈ മാത്രം ഒന്ന് അടിച്ച് കൈക്കുഴി വരെ കുറയ്ക്കുക, ഒന്ന് വളച്ചടിക്കുക. ഇനി ഒന്നുകൂടെ നമുക്ക് ഇടുപ്പളവ് നോക്കാം. എന്താ, ഒരു 1/4 ഇഞ്ചോളം ബാക്കിയുണ്ട്, അതവിടെ കിടന്നോട്ടെ, കുഴപ്പമില്ല. ഇനി നമ്മൾ കഴുത്ത് വയ്ക്കാൻ പോവുകയാണ്. കഴുത്ത് വയ്ക്കുമ്പോൾ നമ്മളിതാ ഇങ്ങനെ പിടിക്കണം. പിടിച്ചിട്ട് കഴുത്ത് കറക്റ്റ് ലെവലാണോ എന്ന് നോക്കണം. നെഞ്ചിപ്പട്ട രണ്ടും കൂടെ ചേർത്ത് പിടിച്ച് ലെവലാണോ എന്ന് നോക്കണം. എന്നിട്ട് ലെവലെല്ലാം കയറി ഇറങ്ങിയാണെങ്കിൽ കട്ട് ചെയ്ത് കളയാം. ഇനി ഇതിനേക്കാളും കഴുത്ത് വേണമെന്ന് അപ്പോഴും തോന്നുകയാണെങ്കിൽ കഴുത്ത് ഒന്നുകൂടെ കുഴിച്ച് വെട്ടുക. ഇനി അകന്ന് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് അകത്തി വെട്ടുക. ഷോൾഡറിൻ്റെ അങ്ങോട്ട് വെട്ടരുത്, താഴോട്ട്. ഷോൾഡറിൻ്റെ അങ്ങോട്ട് വെട്ടിയാൽ ചിലപ്പം കയ്യിൽ നിന്ന് പോകും. പിന്നെ ഇതുപോലെ ഇതാ ക്രോസിന് ഇങ്ങനെ വെട്ടുക കേട്ടോ. ഒരു 3/4 ഇഞ്ചോ 1 ഇഞ്ചോ ഒക്കെ വണ്ണത്തിന് വെട്ടിയാൽ മതി. അതും ചെറിയ ചെറിയ പീസായിട്ട് വെട്ടി തന്നെ തയ്ക്കണം. ഒറ്റ പീസിൽ ഒരിക്കലും കഴുത്ത് വെട്ടരുത്. എന്നിട്ട് ഇതുപോലെ ലെവലിൽ വെട്ടുക. എന്നിട്ട് സ്ട്രൈറ്റ് ആയിട്ട് ചേർത്ത് വയ്ക്കുക. ഇത്രയേ ഉള്ളൂ. ഒറ്റ പീസിൽ നമ്മൾ കഴുത്ത് തയ്ക്കാൻ വെട്ടിയ കഴുത്ത് പനയും. 2, 3, 4, 5 പീസ് ചേർത്ത് വെച്ച് തയ്ച്ചിട്ട് വേണം നമ്മൾ കഴുത്ത് തയ്ക്കാനായിട്ട്. കണ്ടോ? അതുപോലെ കഴുത്ത് വലിക്കരുത്. ക്രോസ് തുണി എന്ന് പറയുമ്പോൾ, ക്രോസ് എന്ന് പറഞ്ഞാൽ തുണി വലിഞ്ഞിരിക്കും. നമ്മൾ പൈപ്പിങ്ങിനൊക്കെ ക്രോസ് എടുക്കണം എന്തിനാണ്? അത് വലിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ കഴുത്ത് വലിച്ച് നിങ്ങൾ അടിക്കുകയേ ചെയ്യരുത്. കഴുത്ത് ഒരിക്കലും വലിക്കരുത്. ചിലർ ബോഡി കഴുത്തും കൂടെ വലിച്ചു പിടിക്കും. അങ്ങനെ വന്നാൽ കഴുത്ത് വലിഞ്ഞു പോകും. കഴുത്ത് ലൂസാകാതിരിക്കാനുള്ള ചെറിയ ടിപ്സൊക്കെയാണ് ഞാൻ ഈ പറയുന്നത്. കഴുത്തടിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സ്ട്രെയിറ്റ് കട്ട് ബ്ലൗസ് ആണെങ്കിൽ എന്നാലും കഴുത്ത് വലിക്കരുത്. ക്രോസ് ഒട്ടും വലിക്കരുത്. ക്രോസ് അല്ലെങ്കിലേ വലിഞ്ഞു പോണ തുണിയാണ്. ക്രോസിന് നമ്മൾ തുണി വെട്ടിയാൽ തുണി തന്നെ വലിയും. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മളിത് കെട്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്യും.
നമുക്ക് മടക്കി അടിക്കാൻ വേണ്ടി സൗകര്യം. ഒരിക്കലും കട്ട് ചെയ്യരുത്. ഓരോ കട്ടിനും ബ്ലൗസ് വലിഞ്ഞുകൊണ്ടേ ഇരിക്കും കഴുത്ത്. അതുകൊണ്ട് കട്ട് ചെയ്യൽ ഇതിൻ്റെ ഒരു പ്രധാന പാഠമാണ്. കഴുത്ത് ലൂസാവണ ഏറ്റവും പ്രധാന ഒരു കാര്യം ആ കട്ടാണ്. പിന്നെ ഇത് നമ്മൾ കഴുത്ത് ചെറുതായിട്ട് മടക്കണം, വീതി കൂട്ടി മടക്കരുത്. എന്നാലേ നമുക്ക് പൈപ്പിംഗ് അല്ല, നമ്മൾ കഴുത്ത് മടക്കി ഹെമ്മിങ് ചെയ്യുമ്പോഴത്തേക്ക് നല്ലവണ്ണം ഇരിക്കുകയുള്ളൂ കേട്ടോ. വീതി കുറച്ച് ഇതുപോലെ മടക്കി അടിച്ചു വയ്ക്കുക. എന്നിട്ട് അതിനെ നമ്മൾ അകത്തോട്ട് മടക്കി ഹെമ്മിങ് ചെയ്യണം. ചിലർ പറയും അവിടെ കട്ട് ചെയ്തില്ലെങ്കിൽ പെനയും എന്നൊക്കെ. പെനയൊന്നുമില്ല, വീതി കുറച്ച് നമ്മൾ തുണി അടിച്ചാൽ മതി. ഇതാ കണ്ടോ. ഇനി ഇത് മടക്കി ഹെമ്മിങ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൽ ഹൂക്കൊക്കെ വെച്ച് എടുക്കണം. ഇനി നമുക്ക് വണ്ണം ഒന്ന് അളന്ന് നോക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ ഷെയറും ചെയ്തേക്കണേ. വണ്ണം നമ്മൾ അളക്കുകയാണ്. സംശയം ഉണ്ടെങ്കിൽ എല്ലാവർക്കും കമൻറ്റിൽ വന്ന് പറയാം. നല്ലതായാലും മോശമായാലും പറയാം കേട്ടോ. 46 ഇഞ്ചുണ്ട് ഇഞ്ച് വണ്ണം കേട്ടോ ഈ ബ്ലൗസിന്. ഇനി നമുക്ക് അളവ് ബ്ലൗസ് ഒന്ന് അളന്ന് നോക്കാം. സാധാരണ ഞാൻ നെഞ്ച് വണ്ണം അളക്കാറേ ഇല്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് ഒന്ന് കാണാൻ വേണ്ടി ഞാൻ അളക്കുന്നേ ഉള്ളൂ. ഇതാ അത് 46 തന്നെ കണ്ടോ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഗുഡ് നൈറ്റ്.